ദേശീയപാത 47 തൃശൂർ കുതിരാനിൽ തുരങ്ക നിർമ്മാണം പുരോഗമിക്കുന്നു. 1 കിലോമീറ്ററോളം നീളം വരുന്ന തുരങ്കമാണ് മല തുരന്ന് നിർമ്മിക്കുന്നത്. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 6 വരി ദേശീയപാതയുടെ ദിശയ്ക്ക് തന്നെ മാറ്റം വരും. പീച്ചി വനമേഖലയോട് ചേർന്നാണ് മല തുരന്ന് തുരങ്ക നിർമ്മാണം പുരോഗമിക്കുന്നത്. 15 മീറ്റർ വീതിയും 10 മീറ്റർ ഉയരവും 930 മീറ്റർ നീളവുമുള്ള ഇരട്ട തുരങ്കമാണ് ദേശീയപാതയിൽ തയ്യാറാകുന്നത്. ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നിർമ്മാണം 12 മീറ്റർ പിന്നിട്ടു. വനമേഖലയിലെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കരുതെന്ന ലക്ഷ്യവുമായാണ് വടക്കുംചേരി മണ്ണുത്തി ദേശീയപാതയിൽ തുരങ്കം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഈ തുരങ്ക നിർമ്മാണ മേഖലയുടെ രണ്ട് വശങ്ങൾ 2 വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ്. വാഴാനിയിലെയും പീച്ചിയിലെയും വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ. സ്വാഭാവികമായും ഹൈവേയിലൂടെ പുതിയ വിചാരിക്കുന്നത് പോലെയുള്ള 6 വരി പാത യാഥാർത്ഥ്യമായാൽ ഈ 2 മേഖലയിലുമുള്ള വന്യജീവികൾക്ക്, മൃഗങ്ങൾക്ക് മലമറിഞ്ഞു കിടക്കുക എന്ന് പറയുന്ന രീതി നടപ്പിലാവാതെ പോകും. അപ്പോൾ വന്യമൃഗങ്ങൾക്ക് മലമറിഞ്ഞു കിടക്കുന്ന അവരുടെ ജീവിതാവാസ വ്യവസ്ഥയെ ബാധിക്കാത്ത തരത്തിൽ ഒരു റോഡ് യാത്ര സുഗമമാക്കുക എങ്ങനെയാണെന്നുള്ള ചിന്തയിലാണ് മുൻഗാമികൾ ഈ ഒരു തുരങ്കത്തിലേക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ബൂമർ എന്ന യന്ത്രം ഉപയോഗിച്ചാണ് മല തുരക്കുന്നത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ പ്രതിദിനം 7 മീറ്ററോളം മല തുരക്കാനാകും. 1 വർഷത്തിനുള്ളിൽ തുരങ്ക നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയുമായുള്ള കരാർ. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിർമ്മാണവും സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയാകും കുതിരാനിലേത്. ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്ന് ദേശീയപാത നിർമ്മാണത്തിന് ഇപ്പോൾ ചടുല വേഗമാണ്. ഈ തുരങ്ക നിർമ്മാണം പൂർത്തിയായാൽ സംസ്ഥാന പാതകളുടെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു മുന്നേറ്റത്തിനാകും സാക്ഷ്യം വഹിക്കുക. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.